കേസ് ഞാൻ വ്ളോഗിങ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല കേസ്. അതുകൊണ്ട് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പണ്ടത്തെ മാതിരി ആവുമെന്ന് അറിയില്ല, ശ്രമിക്കും. കേസ് നിങ്ങൾക്കറിയാലോ, ഞാൻ പല വ്ളോഗിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവലുണ്ട്. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയായിരുന്നു. ഇപ്പം അമ്മയില്ല എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം എന്നല്ല, വലിയ വിഷമമുണ്ട് ഗൈസ്. എനിക്കിങ്ങനെ ഇപ്പോൾ ക്യാമറ പിടിച്ച് സംസാരിക്കാൻ പോലും ആ കോൺഫിഡൻസ് എനിക്ക് നഷ്ടപ്പെട്ട് ഗൈസ്. അമ്മ ഉണ്ടാകുമ്പോൾ ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ഗൈസ്. ഇനി എന്തായാലും വ്ളോഗൊക്കെ ചെയ്യാണ്ടെന്നിട്ട് കാര്യമില്ല, വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടി വരും. മുമ്പത്തെ മാതിരി തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിൽ ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നു സുഹൃത്തുക്കളെ. പിന്നെ നിങ്ങൾ മുമ്പത്തെ വ്ളോഗെല്ലാം കണ്ടെങ്കിൽ മനസ്സിലാവും, കൂടുതലും അമ്മ എൻ്റെ വ്ളോഗിൽ ഉണ്ടാകലുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ടിങ് കൂടുതലും അമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാറ്. ഗൈസ് എന്തായാലും സങ്കടപ്പെടുത്തിയ കാര്യമില്ല, അത് ശരിയാണ്. ഞാൻ ഈ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ ആഹേൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യലായി. എനിക്കിപ്പോൾ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കേസ്. ഞാൻ മുമ്പേ ക്യാമറേൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, എനിക്കിപ്പോൾ അതിന് വരെ മടിയായി. ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട കേസ്. ഞാൻ മൊത്തത്തിൽ മാറേണ്ട സമയമായി. മാറും കേസ്. ഇനി ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നില്ല. ഇപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് വ്ളോഗ് മറ്റേ റെസ്റ്റ് ഫിനിഷ് ആയതിൻ്റെ വ്ളോഗായിരുന്നു കേസ്. പക്ഷെ അത് ഇട്ടു. ഇനി 1 മാസമായി ആ വ്ളോഗ് ഇട്ടിട്ട്. ഇനിയിപ്പം വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. പക്ഷെ മുമ്പത്തെ മാതിരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഇതെൻ്റെ ഒരു ട്രൈ മാത്രമാണ് ഗൈസ്. ചിലപ്പം നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് ഈ വീഡിയോ വരെ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ 1 മാസമായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. എന്തെങ്കിലും ആയിട്ടൊന്ന് ഇടാൻ വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം സത്യം എനിക്കിത് കാര്യം പറയാലോ, എനിക്കിപ്പോൾ ക്യാമറ പിടിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുവരെ എനിക്കിതായി. ഇനി എനിക്ക് എങ്ങനെയാണെന്നൊരു മുമ്പത്തെ മാതിരി വ്ളോഗ് നല്ല ഫ്ലോയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കിപ്പം ആളെ മുമ്പൊന്ന് ചെയ്യുന്നവരെ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാൻ തുടങ്ങി. കേസിന് എന്തായാലും ഞാനൊരു ഉറപ്പ് തരാം, നഷ്ടപ്പെട്ടു. എന്നെ അതോർത്ത് നിന്നിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കും സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് നല്ല വ്ളോഗും പിന്നെ പറ്റുന്ന രീതിയിൽ ചാലഞ്ചസും എല്ലാം ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഞാൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മളെ QR ഗ്യാങ്ങിൻ്റെ കാര്യം ഞാൻ മുന്നോട്ട് തന്നെ എല്ലാ കാര്യം ചെയ്യണം. കുറേ കാരണം എനിക്ക് വേർഡ്സ് പോലും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയായി ഗൈസ്. എന്തായാലും കുറേ വർക്ക് പെൻഡിങ് ആണ്. QR ഗ്യാങ്ങിൻ്റെ വർക്കിങ്ങെല്ലാം പെൻഡിങ്ങിലാണ്. അതെല്ലാം സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ 4th മെമ്പറിനെ എടുക്കുകയും ചെയ്തു, QR ഡാർക്കിറ്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന് 5th മെമ്പറിൻ്റെ ഓഡീഷൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അതെല്ലാം സെറ്റാക്കി ഒരു ഗ്യാങ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്. അതും ഞാൻ ചെയ്യും. വ്ളോഗും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. എനിക്കിനി ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാനിനി ആദ്യം ഈ ചാനൽ നല്ല രീതിയിൽ തന്നെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ കാരണതാണ്. എല്ലാം എനിക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗ് ഇടാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. പലതും പണ്ടത്തെ ആലോചിച്ച് മനസ്സിലൊരു ബുദ്ധിമുട്ടാക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അത് ചെയ്യാണ്ട് ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് പഴയ മാതിരി സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ ഞാൻ നോക്കാൻ പോവാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം, അല്ലാണ്ടാവില്ല. പിന്നെ എൻ്റെ അമ്മേൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം ഗൈസ്. ബൈ ഗൈസ്. എനിക്കിത് പറയാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്താൽ ഇനി നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ വരും ഗൈസ്, പ്രോമിസ്. ബൈ.